കൂട്ടുകാരെ നമുക്ക് എൻ്റെ അമ്മച്ചൻ്റെ കൃഷിത്തോട്ടത്തിലോട്ട് പോവാം. കൃഷിത്തോട്ടല്ലേ ഇവിടെ സ്ഥലമുണ്ടാവും. നമ്മൾ ഇന്ന് ആ കൃഷിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് മുമ്പത്തെ കൃഷിയും ഇപ്പോഴുള്ള കൃഷിയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറയാൻ പോകുന്നത്. പണ്ട് കാലത്തൊക്കെ ആദ്യം ചെയ്യല് ആദ്യം മണ്ണ് ഒരുക്കാത്ത കൃഷി എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. പണ്ടത്തെ കൃഷി ആദ്യം ചെയ്യുക നില ഒഴിക്കുക. അനുസരിച്ചുള്ള വളമൊക്കെ ഇങ്ങനെ ആദ്യം ആടും കാട്ടും ചാണകവും ഉണങ്ങിയ ചാണകവും പിന്നെ നമ്മളെ ഇലയൊക്കെ അല്ലേ കത്തി ഉണങ്ങിയ ഇലയൊക്കെ കത്തിയിട്ട് അതിൻ്റെ വെണ്ണീരൊക്കെ അതിലിടുക ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെടി ഒരു വിത്ത് നട്ടു. മണ്ണൊരുക്കി കഴിഞ്ഞല്ലോ. ഇനി അടുത്ത രണ്ടാമത്തെ തുടങ്ങാം. എൻ്റെ അവസരമൊക്കെ കൃഷി ഓഫീസിൽ വളമൊക്കെ മണ്ണിൽ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കൃഷി ഓഫീസിൽ പോയിട്ട് കുറച്ചാളൊക്കെ അത് എടുത്ത് പോയിട്ട് അല്ലേ അത് ശരിക്കും വളമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അമ്മച്ചേ അത് ഇങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ചില വീട്ടിലൊക്കെ വിത്ത് ശേഖരിച്ച് വെച്ചിട്ട് അത് നടുക. മണ്ണൊരുക്കി കഴിഞ്ഞാൽ അല്ലേ പിന്നെ രണ്ടാമത്തെ ചെയ്യുക. എൻ്റെ അമ്മച്ചന് ഒക്കെ കൃഷി ഓഫീസിൽ മണ്ണ് കൊണ്ടുപോയിട്ട് അവിടെ വെക്കും. എന്നിട്ട് അത് പശുവിനേക്ക് അല്ലേ ഓലക്കുള്ളവും ഓലൊക്കെ കൊണ്ടുപോകും. ഓഫീസർമാരൊക്കെ കൊണ്ടുപോയിട്ട് പശുവിനെയൊക്കെ കഴിഞ്ഞാൽ അല്ലേ അമ്മച്ചൻ അങ്ങോട്ട് മണ്ണ് കൊണ്ടുപോകും. എന്നിട്ട് എല്ലാ വീട്ടിലോട്ടും ചില വീട്ടിലോട്ടൊക്കെ പോയിട്ട് വിത്ത് ചോദിച്ചിട്ട് വിത്ത് കിട്ടും. പഞ്ചായത്തിൽ നിന്നും കിട്ടും, കൃഷി ഓഫീസിൽ നിന്നും കിട്ടും, നമ്മളെ വീട്ടിൽ നിന്നും കിട്ടും. അതൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് അതിനോണ്ട് നടാൻ പറ്റും. കാലത്തൊക്കെ കൃഷി ചെയ്യാൻ എല്ലാവരും വേളത്തൊക്കെ ഇതേപോലെ തന്നെ വയല് അതുപോലെ ആയിരുന്നു. പക്ഷേലും അവളെ വയല് ഒക്കെ ശരിയാക്കുകയാണ് ചെയ്യല്. കുറേ പഞ്ചായത്തിനും എല്ലാ സ്ഥലത്തുനിന്നും കുറേ അതിൻ്റെ വെള്ളവും അതിനകത്തെ സാധനമൊക്കെ കിട്ടായിരുന്നു. എന്നിട്ട് ഇതൊക്കെ അപ്പോൾ മണ്ണിൽ അത് മണ്ണും വളോടും കൊഴിച്ചിട്ട് പണ്ട് കാലത്തൊക്കെ ഇതേപോലെ തന്നെ വയലുകളും അവിടെ നമ്മളെ തോട്ടത്തിലും പറമ്പിലും ഒക്കെ ആടും കൊത്തല് കുറേ ആട് ചേർന്നിട്ടാണ് കൊത്തൽ. കുറേ ആളുകൾ ഒക്കെ ചേർന്നിട്ടാണ് കൃഷി ചെയ്യല്. എൻ്റെ അമ്മച്ചൻ്റെ തോട്ടത്തിൽ പോവാം. ഈ തോട്ടത്തിൽ ഏതൊക്കെ ഇവിടെ ചെടി ഇട്ട് നോക്കാം. പയറ്, മുളക്, എന്നിട്ട് വിത്ത് ഓരോന്നിനുണ്ടാവും. പയറ് മുളക് ചീര അങ്ങനത്തെ അതൊക്കെ ഉണ്ടാവും. എൻ്റെ അമ്മച്ചൻ്റെ കൃഷിത്തോട്ടത്തിലോട്ട് പോവാം.
അന്നത്തെ വാഴ. ഇത് വാഴയാണ്. ചെറിയ വാഴ, വലിയ വാഴയൊക്കെ ഉണ്ട്. അത് പയറ്, വെണ്ട, മുളക്, പൂവ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. അമ്മച്ചേരി ഇപ്പോൾ വയലിലും പറമ്പിലും ഒക്കെയാണ് കൃഷി ചെയ്യല്. ഇപ്പോഴും പണ്ടത്തെ കൃഷി രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ അമ്പല് എൻ്റെ അമ്മച്ചനൊക്കെ ചെയ്യുന്ന ഇപ്പോൾ ഇല്ലേ തോട്ടങ്ങൾ അങ്ങനെയൊന്നുമല്ല, പണ്ടത്തെ രീതിയിലല്ല. ഇപ്പോൾ സ്ഥലങ്ങളൊന്നുമില്ല. ഓലൊക്കെ ഓലെ ഓരോ വീട്ടിലൊക്കെ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ ഇത് ഒക്കെ ഓരോരുത്തർ ഫ്ലാറ്റിലൊക്കെയാണ് ജീവിക്കുന്നത്. അവിടെ നമ്മളെ കവറിലും നമ്മളെ പാട്ടയിലും അതിലൊക്കെ നടുകയാണ് ചെയ്യൽ. പറമ്പും കൃഷിയൊന്നുമില്ല. ഇപ്പോൾ ഗോ ബാഗിലും പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലും ഒക്കെയാണ് മണ്ണ് ആക്കിയിട്ട് കൃഷി ചെയ്യുന്നത്. ചാണകവും മണ്ണും ഒക്കെ ആമസോണിൽ എത്തിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഹൈഡ്രോപോണിൽ നല്ല വെള്ളം കൊണ്ടൊരു ഇതിൽ കൃഷിയുണ്ട്. പണ്ട് കാലത്തൊക്കെ അധികം കിട്ടുന്ന വളമായിരുന്നു ഉപയോഗിക്കൽ. ഇപ്പോൾ കെമിക്കലുകൊണ്ടുള്ള വളമായിരുന്നു ഉപയോഗിക്കൽ. ആ മണ്ണിന് നല്ലതല്ല. കാരണം ഇപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മുൻഭാഗത്തോ ബാക്ക് ഭാഗത്തോ ഒക്കെയാണ് ചെടി ഗോ ബാഗിലൊക്കെ നനയ്ക്കൽ. അപ്പോൾ വെണ്ട, ചീര, മുളക് അങ്ങനത്തെ സാധനമൊക്കെ ഇപ്പോൾ കുഴിക്കലുണ്ട്. കെമിക്കലുകൊണ്ടുണ്ടാക്കിയ ഒരു സാധനം ഇപ്പോൾ വാങ്ങലില്ല. പുറത്തില്ല കൂട്ടുകാരെ, നമ്മൾ ഒരു കെമിക്കലില്ല സാധനം പോലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ നല്ല വിത്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. ചെറിയ ഗോ ബാഗിലൊക്കെ നനച്ചിട്ട് നമ്മളെ അടുക്കളയിൽ തരുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അമ്മമ്മ ചട്ടി വച്ച പയറാണ്. ഇതാണ് പയറ്. ആയിട്ട് വളങ്ങളൊക്കെ ഇട്ട് ആ ചെടിയാണ് ഇത്. കൂട്ടുകാരെ, ഇത് എൻ്റെ കൃഷിയിൽ തോട്ടത്തിൽ എൻ്റെ സൂര്യ ഉണ്ടാക്കിയ സാധനമാണ്. ഒരു കെമിക്കലൊന്നും ഉണ്ടാവാതെ ഉണ്ടാക്കിയതാണ്.